ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൺ പൗഡർ അല്ലെ ചട്നി പൗഡർ അല്ലെ ഇഡ്ലി പൗഡറാണ്. ഇഡ്ലി ദോശ പൗഡർ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് ചന്ന ദാൽ കടലപ്പരിപ്പ്, പിന്നെ വെളുത്ത എള്ള് സെസ്മെ സീഡ്സ് 1/4 കപ്പ്, പിന്നെ 1 പിടി കറിവേപ്പില കഴുകി ഉണക്കിയത്, പിന്നെ ഒരു 10 കശ്മീരി ചില്ലിയും 10 റെഡ് ചില്ലിയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇത്രയും സാധനം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഉഴുന്നുപരിപ്പ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്ത് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യണം. അപ്പം ബ്രൗണായി വരുന്നുണ്ട്. നല്ല ബ്രൗണായി കരിഞ്ഞു പോകരുത്, ബേൺട്ട് ആവാണ്ട് നോക്കണം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വയ്ക്കാം, കൂളാക്കാൻ വേണ്ടിയിട്ട്, തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ചന്ന ദാൽ നമുക്ക് വറുത്തെടുക്കാം. അതും ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പം കായപ്പൊടി നന്നായിട്ട് ചേർക്കുക. ഒരു ടീസ്പൂൺ 2 ടീസ്പൂണോളം ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കുക, ബേൺട്ട് ആവാണ്ട് നോക്കുക. അപ്പം ചന്നദാൽ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം, തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വെളുത്ത എള്ള് സെസ്മെ സീഡ്സ് 1/4 കപ്പ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ, ബേൺട്ട് ആവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇനി ഇതൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി നമ്മൾ ചില്ലീസ് വറുത്തെടുക്കും. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ. പിന്നെ കറി ലീവ്സ് ഇടുക. കറി ലീവ്സ് ക്രിസ്പ് ആവുന്നവരെ വറുക്കുക. അപ്പം നമ്മുടെ ഇതെല്ലാം ക്രിസ്പായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വെച്ചിട്ട് തണുക്കാൻ വയ്ക്കാം.